ശത്രുവിനെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഏറ്റവും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ ഇത്രമേൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നിങ്ങളേറെ വെറുപ്പോടുകൂടി മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? എത്ര സുന്ദരമായിരിക്കും ആ ഒരവസ്ഥ. നിങ്ങളുടെ സ്നേഹം കണ്ടവൻ്റെ ശത്രുത മാറി നിങ്ങളിലെ ഒരു പ്രിയപ്പെട്ടവനായി, നിങ്ങളോടൊരു പ്രിയപ്പെട്ടവനായി മാറുന്ന ആ ഒരു രംഗത്തെ സ്വപ്നം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ദിവസേന ചവറ് വാരിയിടുന്ന ഒരു സ്ത്രീയെ ഒരു ദിവസം കാണാതാകുമ്പോൾ അന്വേഷിച്ച് പോകുന്നുണ്ട് തൻ്റെ ശത്രുവിനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാബാലയത്തിൻ്റെ പിന്നിലൂടെ തവാഫ് ചെയ്യുമ്പോൾ വിഷം പുരണ്ട കത്തിയുമായി വന്ന് കുത്താൻ നിൽക്കുന്നവൻ്റെ കയ്യിന് പിടിച്ചിട്ട്, എടാ എൻ്റെ സ്വഹാബത്ത് കാണും, നീ രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരച്ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നഷ്ടപ്പെട്ട വാള് കയ്യിലെടുത്തിട്ട്, ഇനി നിന്നെ ആര് രക്ഷിക്കുമെടാ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചവൻ്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങിയെടുത്തിട്ട്, ഇനി നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുന്ന തൻ്റെ ശത്രുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് രക്ഷപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് ലോകത്തിൻ്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതികാരം തീർക്കാനാണെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ തെളിഞ്ഞു വന്നിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെയും രക്ഷപ്പെട്ടോ, നീ ഇഷ്ടമുള്ളവനായി മാറിക്കോ എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ ആ ഒരു ഇഷ്ടത്തിൻ്റെ കൈമാറ്റം, ആ കൈമാറ്റത്തിലൂടെയാണ് പലരും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിൻ്റെ ശാദ്വലമായ തീരത്തേക്ക് കടന്നു വന്നത്. എക്കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നില്ല ജൂതന്മാർ. ഒരു ജൂതൻ രാത്രി വാതിലിൽ വന്ന് മുട്ടിയിട്ട്, ഇന്ന് ഞാനിവിടെ താമസിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ നേതാവിൻ്റെ കുടിലിലേക്ക് അദ്ദേഹത്തെ ആനയിക്കപ്പെടുന്നുണ്ട്. രാവിൻ്റെ മറവിൽ തൻ്റെ വീട്ടിൽ കാഷ്ടിച്ചിട്ട് ആ ജൂതനായ മനുഷ്യൻ വാള് മറന്നു വെച്ച് ഓടി പുറത്തേക്ക് പോയി. അവസാനം മറന്നു വെച്ച വാളെടുക്കാൻ വേണ്ടി തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. ആ സമയത്ത് റിസാലത്തിൻ്റെ പൂമേനികൾ കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവശിഷ്ടങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ആ സ്നേഹത്തിൻ്റെ മുന്നിലാണ് അദ്ദേഹം ഇസ്ലാമിനെ പുൽകിയത്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളൊരു പാഠം ലോകത്തൊരു പ്രത്യയശാസ്ത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ലോകത്ത് പല സ്നേഹങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ കാമുകിയെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്, പലരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ, നിങ്ങളോട് പകവൂട്ടുന്നവനെ, നിങ്ങളോട് ക്രൂരമായി പെരുമാറുന്നവനെ പോലും ചേർത്ത് പിടിക്കണം, സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ഒരേ ഒരു വ്യക്തിത്വം ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബിൻ്റെ ഓർമ്മകളുള്ള ഈ സമയങ്ങളിൽ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു ജീവിതത്തിന്, നമ്മുടെ ശത്രുക്കളെ പോലും ചേർത്ത് പിടിക്കുക എന്നുള്ള വലിയൊരു സ്നേഹത്തിൻ്റെ കവാടത്തിന് നമ്മുടെ കൽബിൽ ഇടം നൽകാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.